തിരുവോണത്തിന്റെ തലേദിവസം വീത വെക്കാറുണ്ട് കേട്ടോ അച്ഛന്. അത് ഇപ്രാവശ്യം പറ്റാത്തതുകൊണ്ട് തിരുവോണത്തിന്റെ അന്ന് രാവിലെ തന്നെ സദ്യ വെച്ച് ഒരേല അച്ഛനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. പാലടയാണ് കേട്ടോ അച്ഛമോൻ എടുത്ത് കഴിക്കുന്നത്. ഇതാണ് കേട്ടോ അച്ഛൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് നമ്മൾ കുട്ടനെല്ലൂരുള്ള ഹൈലൈറ്റ് മോളിലേക്ക് വന്നതാണ്. ഏറ്റവും മുകളിലാണ് പാർക്കിംഗ് കിട്ടിയത് കേട്ടോ. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ മേളൊക്കെ കണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അവിടെ പുലിക്കളി മേളം ഒക്കെ ഉണ്ടായിരുന്നു, വലിയ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ ഭയങ്കര തിരക്കായിരുന്നു അവിടെ, പ്രത്യേകിച്ച് ബില്ലടിക്കുന്നിടത്ത്. സത്യത്തിൽ പാതാളത്തിൽ പോകുന്ന മാവേലിനെ കുറിച്ചല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ദേ എസ്കലേറ്ററിൽ കയറി മാവേലി മുകളിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ ദേ ട്രോളിയൊക്കെ എടുത്ത് ഞാനൊരു അവിടെ നിന്ന് ഒരു ഗ്യാസ് സ്റ്റവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അച്ഛനും ബില്ലടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത തിരക്കാണ് അവിടെ. തിരുവോണമായിട്ടും എന്ത് തിരക്കാണെന്നറിയോ. അപ്പോൾ ദേ പാറുമോളും അച്ഛനും കൂടി ഗെയിം കളിക്കുന്ന സെക്ഷനിലേക്ക് പോയിട്ട് ഞങ്ങൾ താഴെ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോയി. അവിടെ നിന്ന് പക്ഷെ ഒന്നും കിട്ടിയില്ല, എടുത്തില്ല. അപ്പം അച്ഛമോനും പാറുമോളും ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുവരെ പാറുമോൾ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ എന്തായാലും കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ കയറ്റി. അങ്ങനെ ഇതേ കളിച്ച് കിട്ടിയ മിഠായി ഒക്കെ പാറുമോൾ സന്തോഷത്തോടു കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ മിഠായിയാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു പിടി മിഠായി ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ അതൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ അച്ഛനും ബില്ല് ചെയ്യാനായിട്ട് പോയിട്ട് എൻ്റെ ദൈവം എന്തൊരു തിരക്കാന്നറിയോ. തിരുവോണ ദിവസമാണെന്നൊന്നുമില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയത് നമ്മുടെ സെന്റ് തോമസിന്റെ അടുത്തുള്ള കുക്ക് ഡോറിലേക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് അടിപൊളി കുഴിമന്തി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്.